ഹായ് കൂട്ടുകാർ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. 5ാം ക്ലാസ്സിൻ്റെ 2025 നടന്ന പൊതുപരീക്ഷയുടെ ദുറൂസുൽ ഇസ്ലാം 1, അതായത് 1ാമത്തെ പാഠം മുതൽ 10ാമത്തെ പാഠം വരെയുള്ള പാഠഭാഗത്തു നിന്നുള്ള ചോദ്യങ്ങളുടെ എക്സാം ആയിരുന്നു. അപ്പോൾ അത് നമുക്ക് ചോദ്യങ്ങളൊക്കെ നോക്കി മനസ്സിലാക്കാം, ഉപകാരപ്പെടുത്താം. നമുക്ക് ചോദ്യത്തിലേക്ക് കടക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. 1ാമത്തെ ചോദ്യം കോളത്തിൽ ശരിയായപ്പെടുത്താൻ. ജുമുഅ ഇല്ല, മസ്ജിദിൽ വെച്ചുള്ള ജമാഅത്ത് ഇല്ല. ആർക്കാണ്? സ്ത്രീകൾക്ക്. സ്ത്രീ സുരക്ഷയ്ക്ക് പ്രാധാന്യം നൽകിക്കൊണ്ട് എന്തൊക്കെയാണ്? ജുമുഅ ഇല്ല, സ്ത്രീകൾക്ക്. മസ്ജിദിൽ വെച്ചുള്ള ജമാഅത്ത് ഇല്ല എന്ന് പറഞ്ഞപ്പോൾ ഇവിടെ സ്ത്രീകൾക്ക്. അടുത്തത്, തഖ്വയുള്ളവർക്ക് മാത്രമേ ഇത് സാധിക്കുകയുള്ളൂ. എന്ത്? കറാമത്ത്. കറാമത്ത് അത് തഖ്വയുള്ളവർക്ക് മാത്രമേ സാധിക്കൂ. മാജിക്ക് അത് ഒരു കലയാണ്, അത് പരിശീലനത്തിലൂടെ ആർക്കും നേടിയെടുക്കാൻ കഴിയും. അടുത്തത്, ഹിജ്റ 80 കൂഫയിൽ ജനിച്ചു. ആരാണ് ഹിജ്റ 80 കൂഫയിൽ ജനിച്ചത്? കൂഫയിൽ ഇമാം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു. ഇമാം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു ഹിജ്റ 80 കൂഫയിൽ ജനിച്ചത്. ഇതേപോലെ ഇമാം മാലിക്, ഇമാം ഷാഫി, ഇമാം ഹംബലി ഒക്കെ മനസ്സിലാക്കി പഠിക്കണം. ഇതുപോലെ വരാം. ഇനി 10 മണി എന്നാണ് അർത്ഥം. 10 മണി, 10 അഷറ. അസാത്തു ആഷിർ, അസാത്തു ആഷിർ എടുക്കുക. അടുത്തത്, യാ ഉലാമു മൻ അബൂക്ക. ഇത് ചോദിച്ചത്, നിന്റെ ഉപ്പ ആരാണെന്ന് ചോദിച്ചത് ആരാണ്? ജുറൈസ് റളിയല്ലാഹു അൻഹു ആയിരുന്നു. ജുറൈസ്. അപ്പോൾ നമുക്ക് ടിക്ക് ചെയ്യാം. ഇനി മകനെ ഫാത്തിഹ പഠിപ്പിച്ചതിന് ഇമാം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു ഉസ്താദിന് നൽകിയ പാരിതോഷികം എന്തായിരുന്നു? 500 ദിർഹം. 500 ദിർഹമാണ് മകനെ ഫാത്തിഹ പഠിപ്പിച്ചതിന് ഇമാം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു ഉസ്താദിന് നൽകിയത്. ഇമാം അബൂ ഹനീഫയുടെ മകൻ്റെ പേര് ഹമ്മാദ്. ഒക്കെ മനസ്സിലാക്കാം. ഇനി ചേരുംപടി ചേർക്കാനാണ്. തൗബ ചെയ്ത് മഹാനായി. ആരായിരുന്നു തൗബ ചെയ്ത് മഹാനായത്? ഓപ്ഷൻ ഇ, ഫുലൈൽ ഇബ്നു ഇയാൽ. ഫുലൈൽ ഇബ്നു ഇയാൽ, ഫുലൈൽ ഇബ്നു ഇയാൽ. അപ്പം അതിൻ്റെ എഴുതാം. ഇമാം ഷാഫി റളിയല്ലാഹു അൻഹുവിൻ്റെ ഉസ്താദ് ഇമാം മാലിക് റളിയല്ലാഹു അൻഹു. ഇമാം മാലിക് റളിയല്ലാഹു അൻഹു ആണ് ഷാഫി റളിയല്ലാഹു അൻഹുവിൻ്റെ ഉസ്താദ്. അൽ ഹൗസുൽ ആലം എന്ന പേരിൽ പ്രസിദ്ധനായി. ആരായിരുന്നു? അൽ ഹൗസുൽ ആലം എന്ന പേരിൽ പ്രസിദ്ധനായത് ഷെയ്ഖ് ജീലാനി. ഷെയ്ഖ് ജീലാനി എന്നവരാണ് അൽ ഹൗസുൽ ആലം എന്ന പേരിൽ പ്രസിദ്ധനായത്. അടുത്തത്, 4 ഇമാമുകളിൽ പ്രഥമൻ ഇമാം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു ആണ്. ഇമാം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു ആണ് 4 ഇമാമുകളിൽ പ്രഥമൻ. ഇമാം മാലിക് റളിയല്ലാഹു അൻഹുവിൻ്റെ ഉസ്താദ് ഇമാം സുഹരി. ഇമാം സുഹരി റളിയല്ലാഹു അൻഹു. അപ്പോൾ അതിൻ്റെ ഡി എഴുതാം. ഇനി വിട്ട ഭാഗം പൂരിപ്പിക്കണം. സ്ത്രീകൾ വീടിൻ്റെ ഉള്ളറയിൽ വെച്ച് നിസ്കരിക്കലാണ് നല്ലത്. അപ്പോൾ ഉള്ളറയിൽ എന്ന് എഴുതാം. സ്ത്രീകൾ വീടിൻ്റെ ഉള്ളറയിൽ വെച്ച് നിസ്കരിക്കലാണ് നല്ലത്. ഇനിയോ, വിശുദ്ധ ഖുർആൻ ഡാഷിൻ്റെ അടിസ്ഥാന പ്രമാണമാണ്. ഡാഷ് ഇട്ടോടത്ത് എന്ത് എഴുതണം? ഇസ്ലാമിൻ്റെ അടിസ്ഥാന പ്രമാണമാണ് വിശുദ്ധ ഖുർആൻ. ചെറുപ്പകാലത്ത് ഡാഷ് കല്ലിൽ കൊത്തിയതുപോലെയാണ്. എന്താണ്? ചെറുപ്പകാലത്ത് അറിവ് പഠിക്കുന്നത് കല്ലിൽ കൊത്തി വെക്കുന്നത് പോലെയാണ്. ചെറുപ്പകാലത്ത് ഡാഷ് കല്ലിൽ കൊത്തി വെക്കുന്നത് പോലെയാണ്. അറിവ് പഠിക്കുന്നത് കല്ലിൽ കൊത്തി വെക്കുന്നത് പോലെയാണ്. ഇമാം മാലിക് റളിയല്ലാഹു അൻഹു ഡാഷിൽ അന്ത്യവിശ്രമം കൊള്ളുന്നു. എവിടെയാണ്? ജന്നത്തുൽ ബഖിയയിൽ. ജന്നത്തുൽ ബഖിയയിലാണ് ഇമാം മാലിക് റളിയല്ലാഹു അൻഹു അന്ത്യവിശ്രമം കൊള്ളുന്നത്. തെറ്റു ചെയ്തു പോയതിൽ എന്താണ്? ഖേദിക്കൽ തൗബയുടെ ഷർത്താണ്. തൗബയുടെ ഷർത്തുകൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ തെറ്റ് ചെയ്തു പോയതിൽ ഖേദിക്കൽ തൗബയുടെ ഷർത്താണ്. അടുത്തതോ, വസൗഫ നദ്ഹബു ഇലാ ഡാഷ് ബഅദൽ അസ്ർ. അസറിന് ശേഷം പോവും. എവിടേക്കാണ്? ഇലൽ ബൈത്തി. വസൗഫ നദ്ഹബു ഇലൽ ബൈത്തി ബഅദൽ അസ്ർ. അപ്പോൾ അത് മനസ്സിലാക്കുക. അടുത്തത്, ഒറ്റവാക്കിൽ ഉത്തരം എഴുതാനാണ്. സുലൈമാൻ നബി അലൈഹി ഇസ്ലാമിൻ്റെ കൊട്ടാരം എവിടെയാണ്? സുലൈമാൻ നബി അലൈഹി ഇസ്ലാമിൻ്റെ കൊട്ടാരം ഫലസ്തീനിലാണ്. ബിൽക്കീസ് രാജ്ഞിയുടെ കൊട്ടാരം എവിടെയാണ്? യമനിലെ സബയിലാണ്. ഒറ്റയ്ക്ക് യാത്ര ചെയ്യൽ ഹറാമാണ്. ആരാണ്? സ്ത്രീകൾ ഒറ്റയ്ക്ക് യാത്ര ചെയ്യൽ ഹറാമാണ്. ഇമാം മാലിക് ബിൻ അനസ് റളിയല്ലാഹു അൻഹു ജനിച്ചത്
എവിടെയാണ് ഇമാം മാലിക് ബിൻ അനസ് റളിയല്ലാഹു അൻഹു ജനിച്ചത്? മദീനയിലാണ്. കൂടുതൽ കാലം ദർസ് നടത്തിയതിനാൽ ഇമാം ദാരുൽ ഹിജ്റ എന്ന പേര് ലഭിച്ചു. അപ്പോൾ മദീന ഓർത്തു വെക്കട്ടാ. അത് അല്ലാഹു തആലയുടെ പ്രകാശമാണ്. ഏതാണ്? ഇൽമ്, അറിവ്, രണ്ടും എഴുതട്ടാ. ഇൽമ് അല്ലാഹു തആലയുടെ പ്രകാശമാണ്, നൂറുല്ലാഹി തആല. മുവത്ത എന്ന ഹദീസ് ഗ്രന്ഥം രചിച്ചത് ആര്? മുവത്ത ആരാണ്? ഇമാം മാലിക് റളിയല്ലാഹു അൻഹു. ഹദീസിൽ വിരചിതമായ ആദ്യത്തെ ഗ്രന്ഥം മുവത്ത. അത് ഇമാം മാലിക് റളിയല്ലാഹു അൻഹുവിൻ്റേതാണ്. ഇനിയോ വിശ്രമം എന്ന വാക്കിൻ്റെ അറബി? വിശ്രമം ഇസ്തിറാഹ. നമ്മൾ അറബി ചാപ്റ്റർ ഉണ്ട്, അതിൽ നിന്നാണ് ഇങ്ങനെയുള്ള വാക്കുകളൊക്കെ വരിക. ഇസ്തിറാഹ എന്ന് പറഞ്ഞാൽ വിശ്രമം. അവിടെ മുഖ്തബർ, ലാബ്, മക്തബ, ലൈബ്രറി, അങ്ങനെ ആ പാഠത്തുനിന്ന് ഇമ്പോർട്ടൻ്റ് പോയിന്റുകളൊക്കെ പഠിച്ചു വെക്കണം. ഇതുപോലെ എഴുതാൻ വരും. 4ാമത്തെ പാഠം നമ്മുടെ ബിദായത്തു ദർസ് എന്നുള്ള. അടുത്തത് ഒറ്റവാചകത്തിൽ ഉത്തരം എഴുതാനാണ്. ആരാണ് അഹ്ലുസുന്നത്ത് വൽ ജമാഅത്ത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും സഹാബത്തിൻ്റെയും ചര്യ അനുധാവനം ചെയ്യുന്നവരാണ്. അഹ്ലുസുന്നത്തി വൽ ജമാഅത്ത്. ഇനിയോ ചെറുദോഷങ്ങൾ പൊറുക്കപ്പെടും. എങ്ങനെയാണ് ചെറുദോഷങ്ങൾ പൊറുക്കപ്പെടുക? തൗബയെ കുറിച്ച് പറഞ്ഞ പാഠത്ത് പറഞ്ഞിരുന്നു. നിസ്കാരം, നോമ്പ് പോലുള്ള ഇബാദത്തുകൾ കൊണ്ട് ചെറുദോഷങ്ങൾ പൊറുക്കപ്പെടും. അടുത്തത് എവിടുന്നാണ് ഈ പഴങ്ങൾ ലഭിക്കുന്നത്? ആരോട് ചോദിച്ചതായിരുന്നു? സക്കരിയ നബി അലൈഹിസ്സലാം മറിയം ബീവി റളിയല്ലാഹു അൻഹായോട് ചോദിച്ചതാണ്. ഇനിയാ സ്ത്രീകൾ പുറത്തു പോകുമ്പോൾ കൂടെ വേണം. ആരാണ് കൂടെ വേണ്ടത്? ഭർത്താവോ മഹറമായ പുരുഷനോ വിശ്വസ്തരായ സ്ത്രീകളോ കൂടെ വേണം. സ്ത്രീകൾ പുറത്തു പോകുമ്പോൾ കൂടെ വേണം. ഭർത്താവോ മഹറമായ പുരുഷനോ വിശ്വസ്തരായ സ്ത്രീകളോ കൂടെ വേണം. ഇനി ഇമാം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു 7 കൊല്ലം ആട്ടിറച്ചി തിന്നില്ല. കാരണം എന്തായിരുന്നു? കൂഫയിൽ ഒരാട് കളവ് പോയി. ആ ആടിൻ്റെ മാംസം തൻ്റെ വയറ്റിലെത്തിച്ചേരുമോ എന്ന പേടി കാരണമായിരുന്നു. കൂഫയിൽ ഒരാട് കളവ് പോയി, ആ ആടിൻ്റെ മാംസം തൻ്റെ വയറ്റിലെത്തിച്ചേരുമോ എന്ന ഭയമായിരുന്നു 7 കൊല്ലം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു ആട്ടിറച്ചി കഴിക്കാതിരുന്നതിൻ്റെ പിന്നിൽ. അടുത്തത് മനസ്സുകൊണ്ടുള്ള റിദ്ദത്തിന് ഒരു ഉദാഹരണം എഴുതുക. മനസ്സുകൊണ്ടുള്ള റിദ്ദ: ഇസ്ലാം ഉപേക്ഷിക്കാൻ ആഗ്രഹിക്കുക, വ്യഭിചാരം, പലിശ, മദ്യപാനം പോലുള്ളവ ഹലാലാക്കാൻ കൊതിക്കുക. അതൊക്കെ മനസ്സുകൊണ്ടുള്ള റിദ്ദയാണ്. അതിന് ഒന്ന് എഴുതാനാണ്. അതുപോലെ വാക്കുകൊണ്ടുള്ള റിദ്ദ: ഖുർആന്, അല്ലാഹു തആലയെയോ ഏതെങ്കിലും നബിയെയോ ഖുർആനിനെയോ ഏതെങ്കിലും ആയത്തിനെയോ നിഷേധിക്കുക. നിസ്കാരം കൊണ്ട്, നോമ്പ് കൊണ്ട് ഫലമില്ലെന്ന് പറയുക. ഒരു മുസ്ലിമിനെ കാഫിറാക്കുക. പിന്നെ നബിയെയോ മലക്കിനെയോ നിസ്സാരമാക്കുക. അല്ലാഹു തആലയുടെ നാമങ്ങളെയോ ആജ്ഞകളെയോ പരിഹസിക്കുക. തുടങ്ങിയവയൊക്കെ വാക്കുകൊണ്ട് വരുന്ന റിദ്ദയാണ്. പിന്നെ പ്രവൃത്തി കൊണ്ട് വരുന്നത് വിഗ്രഹത്തിന് സുജൂദ് ചെയ്യുക, ഖുർആന്, മതവിജ്ഞാനം, ആദരണീയ നാമങ്ങൾ പോലുള്ളവ മലിനമാക്കുക, പരിഹാസത്തിന് പണ്ഡിത വേഷം ധരിക്കുക. അതൊക്കെ പ്രവൃത്തി കൊണ്ടുള്ളതാണ്. വിഗ്രഹത്തിന് സുജൂദ് ചെയ്യുക. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കുക. അതുപോലെ എഴുതാൻ കഴിയണം. അടുത്തത് എന്താണ്? 16 തവണ തേള് കുത്തിയിട്ടും മാലിക് റളിയല്ലാഹു അൻഹു ക്ലാസ് നിർത്തിയില്ല. കാരണം എന്തായിരുന്നു? ഹദീസിനോട് അനാദരവാകുമോ എന്ന ഭയമായിരുന്നു. ഹദീസിനെ വളരെയധികം ബഹുമാനിച്ചിരുന്നു. അപ്പോൾ ഹദീസ് ക്ലാസ് നിർത്തിയാൽ അതിനോട് അനാദരവാകുമോ എന്ന ഭയമായിരുന്നു ഇമാം മാലിക് റളിയല്ലാഹു അൻഹു ഹദീസ് ക്ലാസ് നിർത്താത്തതിൻ്റെ കാരണം. ഹദീസിനോടുള്ള അനാദരവ് ഉണ്ടാകുമോ എന്ന ഭയം കാരണമാണ്. അതപ്പോൾ അത് അങ്ങനെ എഴുതാം. ഇനി കുറിപ്പ് എഴുതാൻ ഇൽമിൻ്റെ മഹത്വമാണ്.
നമുക്ക് കഴിഞ്ഞ എക്സാമിനൊക്കെ 2 ഓപ്ഷണൽ ചോദ്യമായിട്ട് വരും. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ളത് എഴുതാം. എന്തായാലും എല്ലാ പാഠത്തിൽ നിന്നും 5 വരി കുറയാതെ എഴുതാൻ കഴിയുന്ന രീതിയിൽ മനസ്സിലാക്കി പഠിച്ചാലാണ് നമുക്ക് എഴുതാൻ കഴിയുള്ളൂ. നൂറുല്ലാഹി താല എന്ന പാഠത്തിൽ നിന്നാണ് ഇൽമിൻ്റെ മഹത്വത്തെക്കുറിച്ച് എഴുതേണ്ട. അറിവ് അള്ളാഹു താലയുടെ പ്രകാശമാണ്. അറിവ് പഠിക്കുന്നവർക്കും പഠിപ്പിക്കുന്നവർക്കും വലിയ മഹത്വമുണ്ട്. അറിവ് തേടി പുറപ്പെടുന്നവർക്ക് സ്വർഗത്തിലേക്കുള്ള വഴി അള്ളാഹു താല എളുപ്പമാക്കി കൊടുക്കും. പണ്ഡിതന് വേണ്ടി ആകാശഭൂമികളിലുള്ളവരെല്ലാം പൊറുക്കലിനെ തേടും. ഈ മഹത്വം ലഭിക്കാൻ അദബുകൾ പാലിക്കണം. തെറ്റ് ചെയ്യുന്നവർക്ക് അള്ളാഹു താലയുടെ നൂറ് ലഭിക്കുകയില്ല. പിന്നെ അദബുകൾ പാലിച്ചു കൊണ്ടുവേണം അറിവ് നേടാൻ. അള്ളാഹു താലയുടെ തൃപ്തി മാത്രമേ ആഗ്രഹിക്കാവൂ. ഇൽമ് ഉപകാരപ്പെടാൻ ഉസ്താദുമാരെയും ഉലമാക്കളെയും ബഹുമാനിക്കണം. പഠനം തുടങ്ങുമ്പോൾ ബിസ്മി, ഹംദ്, സ്വലാത്ത് എന്നിവ ചൊല്ലണം. മാതാപിതാക്കൾ, ഉസ്താദുമാർ എന്നിവർക്ക് വേണ്ടി ദുആ ചെയ്യണം. അതൊക്കെ ചേർത്തിട്ട് നമുക്ക് 5 വരി കുറയാതെ ഇത് എഴുതി കംപ്ലീറ്റ് ആക്കാം. അപ്പോൾ ഇങ്ങനെ വരുന്ന ലൈന് മുഴുവനായിട്ട് എഴുതണം. കുറച്ച് പകുതി വരെ എഴുതി ഇങ്ങനെ നിർത്തരുത്. ഈ ലൈന് മുഴുവനായിട്ട് എഴുതി വെച്ചാലാണ് നിങ്ങൾക്ക് 6 മാർക്ക് കിട്ടുള്ളൂ. അപ്പോൾ അത് മനസ്സിലാക്കുക. പിന്നെ മദ്ഹബുകളെ കുറിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്താം? മദ്ഹബ് 4 ഇമാമുകളെ കുറിച്ചിട്ടും അവരെ മദ്ഹബുകളെ കുറിച്ചിട്ടും പറഞ്ഞിരുന്നു. 9ാമത്തെ പാഠത്തിൽ പറയുന്നുണ്ട്. അപ്പോൾ അതിനെ ആസ്പദമാക്കിയിട്ട് എഴുതാം. എന്താണ്? ലോകത്ത് ഇന്ന് 4 മദ്ഹബുകളാണ് നിലവിലുള്ളത്. ഹനഫി മദ്ഹബ്, ഷാഫി മദ്ഹബ്, മാലിക്കി മദ്ഹബ്, ഹംബലി മദ്ഹബ്. 4-ലൊരു മദ്ഹബ് പിൻപറ്റൽ നിർബന്ധമാണ്. ഖുർആന്, സുന്നത്ത്, ഇജ്മാ എന്നിവയുടെ അടിസ്ഥാനത്തിൽ മതവിധി കണ്ടെത്താൻ കഴിവുള്ള ഇമാമുകൾ ഇജ്തിഹാദ് ചെയ്ത് രേഖപ്പെടുത്തി വെച്ച മതനിയമങ്ങൾക്കാണ് മദ്ഹബ് എന്ന് പറയുന്നത്. അല്ലാഹു തആല പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ അറിവില്ലെങ്കിൽ അറിവുള്ളവരോട് ചോദിച്ച് മനസ്സിലാക്കാൻ പറയുന്നുണ്ട്. ചോദിച്ച് മനസ്സിലാക്കുക. ഖുർആനിക വാക്യം ഈ മഹാന്മാരെ പിൻപറ്റാൻ പ്രേരിപ്പിക്കുന്നു. മദ്ഹബിൻ്റെ 4 ഇമാമുമാരായ അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു, മാലിക്കി റളിയല്ലാഹു അൻഹു, ഷാഫി റളിയല്ലാഹു അൻഹു, അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു എന്നിവരെ പിന്തുടരൽ മുഅ്മിനീങ്ങൾക്ക് നിർബന്ധമാണ്. കർമ്മപരമായ 4-ലൊരു മദ്ഹബ് സ്വീകരിക്കുന്നവരാണ് അഹ്ലു സുന്നത്തി വൽ ജമാഅത്ത്. അപ്പോൾ അതൊക്കെ ചേർത്ത് നമുക്ക് മദ്ഹബിനെ കുറിച്ചിട്ട് മനസ്സിലാക്കി എഴുതാം. അപ്പോൾ നമ്മൾ ഓരോ പാഠത്തെയും ആസ്പദമാക്കിയിട്ട് ഫസ്റ്റ് മുതൽ 10ാമത്തെ പാഠം വരെയുള്ള എല്ലാ പാഠവും ഇതുപോലെ മനസ്സിലാക്കി പഠിക്കുക. ഉള്ള ചോദ്യപേപ്പറുകളൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിലൊക്കെ 5 വരി കുറയാതെ വന്നതൊക്കെ മനസ്സിലാക്കിയിട്ട് പഠിക്കുക. നമ്മൾ ഓരോ പാഠത്തു നിന്നുള്ള ഇമ്പോർട്ടൻ്റ് ചോദ്യങ്ങൾ ഒക്കെ മനസ്സിലാക്കി ഉപകാരപ്പെടുത്തുക. ചോദ്യപേപ്പറുകളൊക്കെ ഉപകാരപ്പെടുത്തുക. അപ്പോൾ എല്ലാ ചോദ്യപേപ്പറും പഠിച്ചാൽ തന്നെ നമുക്ക് നല്ലൊരു മാർക്ക് വാങ്ങി വിജയിക്കാൻ കഴിയും. അപ്പോൾ എല്ലാവരും ഉപകാരപ്പെടുത്തുക. വീഡിയോ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്തെടുക്കുക. പഠിച്ചതൊക്കെ ഉപകാരപ്പെട്ട് നല്ല മാർക്ക് വാങ്ങാൻ അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. ആമീൻ ആമീൻ റഹ്മത്തുക യാ അർഹമർ റഹീമീൻ. ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.